ഏവർക്കും സ്വാഗതം. നിരോധിത സംഘടനയായ PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു ഈ സംഘടനയെ നിരോധിച്ചിട്ട്. പക്ഷേ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും, ആ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളുടെ ഡീറ്റെയിൽസും NIA കോടതിയുടെ ആ ഒരു അണ്ടറിൽ നിന്നുകൊണ്ട് ആ ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതം തോന്നുന്നത്. ആദ്യമേ പറയാം, തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജാതി മതവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഒരു ഇളവും നൽകേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെയും വെറുതെ വിടാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കാനോ ഒന്നും ആരും തയ്യാറാകേണ്ട ആവശ്യമേ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് പോപ്പുലർ ഫ്രണ്ട് അല്ല, അതിന് ആരായാലും ശരി. ഇപ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, NIA കോടതിയിൽ വന്നിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ ലിസ്റ്റ് പുറത്തു വിട്ടതിനകത്ത് ജില്ലാ ജഡ്ജി വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ കേസുകളിൽ പിടിയിലായ PFI പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. ജില്ലാ ജഡ്ജിയും നേതാക്കളും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. NIA രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ NIA കോടതി പരിഗണിക്കുമ്പോഴാണ് ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഘടനയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളുടെ പട്ടികയാണ് PFI തയ്യാറാക്കിയിരിക്കുന്നത്. അവരെ ഇല്ലാതാക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നതായും NIA കോടതി അറിയിച്ചു. അതായത് ഈ NIA കോടതിയിൽ വന്നിട്ടുള്ള ഈ പ്രതികൾ ജില്ലാ കോടതി ജഡ്ജിമാരെ വധിക്കാനുള്ള പദ്ധതി വരെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. NIA അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ പട്ടികയും ഇപ്പോൾ ഒളിവിലുള്ള PFI പ്രവർത്തകനായ അബ്ദുൾ വഹദിൽ നിന്ന് 5 പേരുടെയും മറ്റൊരാളിൽ നിന്ന് 232 പേരുടെയും അയൂബിന്റെ പക്കൽ നിന്ന് 500 പേരുടെയും പട്ടിക ലഭിച്ചു.